അമ്മാമ്മേ എന്തേ അമ്മാമ്മ ലൂറ്റൂസത്തേല് കൊള്ളായപ്പോ നമുക്ക് സമാധാനമായില്ല. എങ്ങനെ കൊള്ളാക്കാണ്ടിരിക്കാൻ? ഏറ്റവും ഫസ്റ്റ് നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ കുട്ടിയുടെ ഭരതനാട്യമാണ്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് കൊണ്ടുപോയിട്ട് കുട്ടിയുടെ പേര് എഴുതിച്ചിരിക്കുന്നത്. ആ കുട്ടി ഉറങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടി ആഗ്രഹിച്ച കളി നടത്താൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാനും ആ കുട്ടിയും കൂടി സ്റ്റേജിൽ നിന്ന് കളിച്ചത്. എൻ്റെ പേരുണ്ടായിരുന്നില്ല എങ്കിലും വേണ്ടില്ല, എൻ്റെ കുട്ടിയുടെ പേര്, അത് കുഞ്ഞു കുട്ടിയല്ല, അതിൻ്റെ പരിപാടി ആദ്യം നടത്തണ്ടേ. കുഞ്ഞു കുട്ടികൾ ആദ്യം ഉറങ്ങൂലേ, എന്നിട്ട് 10ാം ക്ലാസ്സും 20+2 വയ്ക്കുന്ന കുട്ടികളെ പരിപാടിയൊക്കെ ആദ്യം നടത്തിയിട്ട് ഈ കുഞ്ഞു മക്കൾ ഇരുന്നിട്ട് 1 മണിക്ക് യാത്രയായിട്ട് കുട്ടിയോട് ഇരുന്നിട്ട് ഉറങ്ങി വീഴുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനും കൂടി സ്റ്റേജിൽ കയറിയിട്ട് കളിച്ചത്. അവൾക്ക് അറിയുന്ന പോലെ അവൾ ഉറക്കത്തിൽ നിന്നായിട്ട് കളിച്ചു, ഞാനും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കളിച്ചു. എന്തോ ഒരു കൊള്ളാക്കലില്ല. ആ കുട്ടി അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ പരിപാടി നടത്താനായിട്ട്. ഞാനൊരു തെറ്റാണോ ചെയ്തത്? ഇപ്പം മനസ്സിലായില്ലേ കാര്യം? അമ്മാമ്മ വെറുതെ ഒന്നും സ്റ്റേജിൽ കയറില്ല. അമ്മാമ്മയ്ക്കും കളി അറിയാം, ആ കുട്ടിക്കും കളി അറിയാം. കുട്ടി ഇരുന്ന് ഉറങ്ങി 1 മണിക്ക് യാത്രയായിട്ട് 10 മണിയായിട്ടും കുട്ടീനെ വിളിച്ചില്ല. പിന്നെ എങ്ങനെയാണ് കൊള്ളാക്കാണ്ടിരിക്കുക? സിസ്റ്റർമാരൊന്ന് മനസ്സിലാക്കട്ടെ.